ഇന്ന് ഒക്ടോബർ 31. ഞാനിപ്പോൾ നോർത്ത് അമേരിക്കയിലെ ഒരു തെരുവിലാണ്. സൂര്യൻ വളരെ വൈകി ഉണർന്ന് നേരത്തെ ഉറങ്ങുന്ന മഞ്ഞുകാലം. പകൽ കുറവായതുകൊണ്ടാകാം ഇതിനെ ഡാർക്കർ ഹാഫ് ഓഫ് ദി ഇയർ, വർഷത്തിലെ ഇരുണ്ട പകുതി എന്നറിയപ്പെടുന്നത്. അതുമാത്രമല്ല, ഇവിടെ വിളവെടുക്കുന്നതിൻ്റെ അവസാന ദിവസവുമാണ്. നമ്മുടെ നാട്ടിലെ പഞ്ഞക്കർക്കിടകം പോലെ. എങ്കിലും എല്ലായിടത്തും ആഘോഷങ്ങളുടെ ഒരുക്കത്തിലാണ്. ഹലോവിൻ ഡേ ഏകദേശം 2000 വർഷം പഴക്കമുള്ള ആഘോഷം. പാവപ്പെട്ട കുട്ടികൾ വീടുകളിൽ കയറിയിറങ്ങി മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പകരം അവർക്ക് സോൾ കേക്കുകൾ സമ്മാനിക്കുന്നു. വീടുകൾക്ക് മുമ്പിൽ ഭക്ഷണവും പാനീയങ്ങളും വയ്ക്കുന്ന ഒരു ചടങ്ങുമുണ്ടായിരുന്നു. തിന്മ ചെയ്യുന്ന ആത്മാക്കളുടെ ദോഷം ഒഴിവാക്കാനുള്ള മാർഗമായിരുന്നു ട്രീറ്റ് ആൻഡ് ട്രിക്ക് രീതി. മുൻകാലങ്ങളിൽ ആത്മാക്കളെ ഓർക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരാചാരമായിരുന്നു ഇത്. ഇന്ന് ഇത് ആധുനിക അമേരിക്കൻ രൂപത്തിൽ പൂർണ്ണമായും മധുരത്തിനും വിനോദത്തിനും പ്രാധാന്യം നൽകുന്ന ഹലോവിൻ ഡേ ആയി രൂപാന്തരപ്പെട്ടു. ദുരാത്മാക്കളെ വരവേൽക്കുന്ന ആഘോഷം, അതോ അവരെ ഭയപ്പെടുത്തി ഓടിക്കാനുള്ള തന്ത്രമാണോ ഈ ആഘോഷങ്ങൾ? അറിയില്ല. ഇതെല്ലാം കാണുമ്പോൾ അങ്ങനെയേ തോന്നും. തെരുവിലെ വീടുകളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. അസ്ഥികൂടങ്ങൾ, വലിയ മത്തങ്ങ കൊത്തിയുണ്ടാക്കിയ ഭീകര രൂപങ്ങൾ, അരണ്ട വെളിച്ചം ചുറ്റുമുള്ള വീടുകളെ പ്രേതാലയങ്ങളാക്കി മാറ്റുന്നു. ഈ ഭീകരാന്തരീക്ഷത്തിലും കുട്ടികൾ ഉത്സാഹത്തിലാണ്. പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അവർ വീടുകൾ കയറിയിറങ്ങി മത്സരബുദ്ധിയോടെ ചോക്ലേറ്റുകൾ ശേഖരിക്കുന്ന തിരക്കിലാണ്. അവരുടെ മനസ്സിൽ പൂർവികന്മാർ ഭീകര രൂപമുള്ളവരാണ്. എന്നാൽ മധുരമുള്ള സമ്മാനങ്ങൾ അവരിലെ ഭയത്തെ അകറ്റുന്നു. മരിച്ചവർ എന്നാൽ വെറും വിനോദത്തിന് ഉപയോഗിക്കേണ്ട ദുരാത്മാക്കളാണ് എന്നൊരു ധാരണ കുട്ടികളുടെ മനസ്സിൽ നിറയ്ക്കുന്ന അമേരിക്കൻ സംസ്കാരം. നമ്മളുടെ മൺമറഞ്ഞ പൂർവികർ ഇവിടം സന്ദർശിക്കുന്ന ദിവസമാണത്രേ ഒക്ടോബർ 31. ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് നവംബർ 1-ാം തീയതി വിശുദ്ധാത്മാക്കളുടെ ഓർമ്മ ദിവസവും, 2-ാം തീയതി സ്വർഗത്തിൽ എത്തിച്ചേരാത്ത എല്ലാ ആത്മാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് ശാന്തി ലഭിക്കാനും വേണ്ടി നീക്കിവച്ചിരിക്കുന്ന ദിവസവുമാണ്. അപ്പോൾ ഒക്ടോബർ 31 ഇതിലൊന്നും പെടാത്ത ദുരാത്മാക്കളുടെ ദിവസമോ? നമ്മുടെ പൂർവികർ ഭയപ്പെടേണ്ട, ആട്ടിയോടിക്കേണ്ട ദുരാത്മാക്കളാണോ? ഇങ്ങനൊരു സന്ദേശം നമ്മളുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടതുണ്ടോ? ഇന്നത്തെ ആഘോഷങ്ങളിൽ പൂർവികരോടുള്ള സ്നേഹമല്ല, അവരെ കോമിക് കഥാപാത്രങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അച്ഛനമ്മമാരും പൂർവികരും സ്നേഹിക്കപ്പെടേണ്ടവരാണ് എന്ന സന്ദേശമല്ലേ അവർ കൊടുക്കേണ്ടത്? പൂർവികർ നമ്മുടെ പൂർവജന്മവും നമ്മുടെ സന്താന പരമ്പരകൾ നമ്മുടെ പുനർജന്മവുമാണ് എന്ന വേദാതിരി മഹർഷിയുടെ കാഴ്ചപ്പാടാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. അത്രയൊന്നും വേണ്ട. എങ്കിലും മാതാ, പിതാ, ഗുരു, ദൈവം എന്ന സംസ്കാരം കുട്ടികൾക്ക് അന്യമാകുന്നു. സ്വയം ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അവർ വേണമെങ്കിൽ ഖലീൽ ജിബ്രാന്റെ ആശയങ്ങൾ എടുത്തുകൊള്ളട്ടെ. അച്ഛനമ്മമാരിലൂടെ ഞങ്ങളിവിടെ വന്നു എന്ന് മാത്രം അവർക്ക് ഞങ്ങളിലൊരു അവകാശവുമില്ല. ഇത് തങ്ങളുടെ സ്വപ്നങ്ങൾ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്ന, കുട്ടികളുടെ ജീവിതങ്ങളിലും അവരുടെ തീരുമാനങ്ങളിലും അനാവശ്യമായി ഇടപെടുന്ന ചില അച്ഛനമ്മമാർക്ക് ഖലീൽ ജിബ്രാൻ കൊടുത്ത ഉപദേശമാണ് എങ്കിൽ പോലും
മരിച്ചവരെ വിശുദ്ധർ എന്നും അവിശുദ്ധർ എന്നും തരംതിരിക്കുന്നത് ക്രിസ്ത്യൻ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. പ്രത്യേകിച്ചും കാത്തോലിക്ക സഭയുടെ ആചാരപരമായ കാഴ്ചപ്പാടിൽ. യഥാർത്ഥത്തിൽ പൂർണ്ണമായ വിശുദ്ധരുണ്ടോ? അങ്ങനെ വിധിക്കാൻ കത്തോലിക്ക സഭയ്ക്ക് എന്താണ് യോഗ്യത? തികച്ചും തെറ്റായ ഒരു സന്ദേശം കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ആചാരമായി മാത്രമേ എനിക്ക് ഹലോവിൻ ഡേയെ കാണാൻ കഴിയൂ. ഈ ഒരു ആചാരത്തെ എതിർക്കുന്ന ചില കുടുംബങ്ങൾ അമേരിക്കയിൽ തന്നെയുണ്ട്. അവരെ സംബന്ധിച്ച് പൂർവികർ സ്നേഹിക്കപ്പെടേണ്ടവരാണ്. പൂർവികരെ അസ്ഥികൂടത്തിൻ്റെ രൂപത്തിൽ കാണാൻ അവർ തയ്യാറല്ല. ഒരു മിഠായി വിതരണത്തിനും അവരില്ല. ഈ ആഘോഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത് ഭാരതത്തിൻ്റെ സംസ്കാരമാണ്. ഇതിന് സമാനമായി ആചരിക്കുന്ന കർക്കിടക വാവിലെ പിതൃബലികൾ, അരിയും എള്ളും ചേർത്തുണ്ടാക്കിയ പിണ്ടദാനം പൂർവികർക്കായി സമർപ്പിക്കുന്നു. എള്ളും ജലവും ഉപയോഗിച്ച് അർഘ്യം നൽകുന്നു. മരിച്ചവരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കാനും അടുത്ത ലോകത്തേക്കുള്ള യാത്ര സുഗമമാക്കാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടുത്ത ലോകം ഉണ്ടോ? അറിയില്ല. ആത്മാക്കളുണ്ടോ? അതും അറിയില്ല. എല്ലാം വെറും വിശ്വാസമാകാം. എന്നാൽ അവരെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, കൃതജ്ഞതാഭാവത്തിൽ ഓർമ്മിക്കാൻ ഒരു ദിവസം മാറ്റിവെക്കുന്നത് നല്ലതല്ലേ? പൂർവികരെ വളരെ സ്നേഹത്തോടെ കാണാനാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അവർക്ക് കൊടുക്കേണ്ട സന്ദേശവും അതാണ്. അവരിൽ വളർത്തേണ്ട ഗുരുത്വം എന്നൊരൊറ്റ വാക്കിൽ നമ്മുടെ സംസ്കാരം മുഴുവനും അടങ്ങിയിരിക്കുന്നു. പിതൃകർമ്മങ്ങളിൽ കാണുന്ന ആഴമേറിയ ഭക്തിയും ആത്മീയ ബന്ധവും പൂർണ്ണമായും ഹലോവിനിൽ ഇല്ലാതെയാകുന്നു. പകരം ഉപരിപ്ലവമായ സന്തോഷം കടന്നു വരികയും ചെയ്തു.